ഹലോ നമസ്കാരം. പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമല വന്നിട്ട് ജനൽ തുറന്ന് നോക്കുന്ന സമയത്തും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ വേദ. കമല വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് ജനലടച്ചിട്ട് കമല അവിടെ നിന്ന് പോകും. ഈ സമയത്തും വേദ അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അവിടേക്ക് വിക്രം വരുന്നിട്ട്. വിക്രം വേദനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഇത് ദേഷ്യത്തോട് കൂടിയിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അലറി വിളിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. ഓ നീ പോയില്ലേ, ശല്യം, നീ എന്തത് വേതാളം, മനുഷ്യനെ ചുറ്റി പിടിക്കാൻ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ പറയാൻ കേട്ടോ. നിന്നെ ഞാൻ അടിച്ച് ഞാൻ മൂട്ടിക്കുന്നു പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് ഒരു വടി എടുക്കുകയാണ് കേട്ടോ. വടി എടുത്തിട്ട് അടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അടിക്കുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആ കൈ പിടിച്ചിട്ട് ആ വടി വേദന കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നതാ, ഈ വടി കൊണ്ട് നീ എന്നെ തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്നെ തല്ലിയ ദേഷ്യം തീരുന്നുണ്ടെങ്കിൽ നിൻ്റെ ദേഷ്യം തീരട്ടെ, ബീറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ രണ്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ തീരുന്നതല്ല നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വേദ വിക്രത്തോട് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. വിക്രം പറയുന്നുണ്ട്, അറിയാതെ പറ്റിപ്പോയതാണെന്ന് എത്ര തവണ പറഞ്ഞു, അപ്പോഴത്തെ ദേഷ്യത്തിന് ഒരു പിടിവാശിക്ക് ചെയ്തതാണ്, ഞാനതിന് നിന്നോട് ക്ഷമ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് ക്ഷമ ചോദിക്കാൻ കേട്ടോ. പക്ഷേ എന്നെ വിട്ടൊന്ന് പോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ വേദ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂട്ടിയിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് വേദന എടുത്തൊരു കൊട കാണുന്നത് വിക്രം. അപ്പോൾ നോക്കുമ്പോൾ വേറൊരാൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദർശനാണ് വന്ന് നിന്നിട്ട് കൊട ചൂടിക്കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വിക്രം തിരിച്ച് വന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ ഇതാരാണ് ഈ ജെന്റിൽമാൻ, ഹു ആർ യു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് ദർശൻ, എന്നെ വിവാഹം കഴിക്കാൻ ഇരുന്ന ആളാണ് എന്ന് പറയട്ടോ. ഓഹോ വെരി ഗുഡ്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഈ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇവിടെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഇവളോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞതൊക്കെ മറക്കാൻ, ഈ താലി വലിച്ച് പൊട്ടിച്ചിട്ട് ഈ കുട്ടിനെയും കൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക്, നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക് എന്നൊക്കെ ദർശനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദർശനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നാവിന് ലൈസൻസ് ഇല്ലയെന്ന് വിചാരിച്ച് എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ, ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയട്ടോ. ഫ്രണ്ട്സോ, നിങ്ങൾക്ക് ഇവളുടെ ഫ്രണ്ട്സ് ആയിരിക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം, ലൈഫ് ലോങ് ജീവിക്കണം, സുഖമായിട്ട് ഈ കുട്ടിനെയും കൊണ്ടുപോയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് അകത്തേക്ക് പോകാം, എനിക്കത് മഴ കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ വേഗം പോകാൻ നോക്കിക്കോ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് പോകാൻ കേട്ടോ. അതിനുശേഷം ദർശൻ പറയുന്നുണ്ട്, വേദ അതെ അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ, ഈ താഴിക്ക് അവൻ അത്രയും മഹത്വം കൊടുക്കുന്നുള്ളൂ, പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി, പക്ഷേ അയാളുടെ മനസ്സിലൊരു നന്മയുണ്ട്, അയാൾ പറഞ്ഞത് കേട്ടില്ല, സുഖമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ഒരു സ്നേഹവും അനുകമ്പയുള്ള ഒരാൾ തന്നെയാണ്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ദർശൻ എന്നോട് ക്ഷമിക്കണം, ദർശൻ ഇപ്പോൾ പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. വേദ അമ്മയും അതുപോലെ തന്നെ ശ്രീകാന്തേട്ടനൊക്കെ ഒരുപാട് വിഷമിച്ച് തന്നെ ഇവിടെ വന്നത്, വേദ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. സോറി ദർശൻ, എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല, ദർശൻ പോയിക്കോളൂ, സോറി ഫോർ എവറിത്തിങ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ദർശൻ ഇങ്ങനെ പോകാൻ കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, വേദയ്ക്ക് വേദയുടെ ജീവിതം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, പക്ഷേ എൻ്റെ ലൈഫ് വേദ ഇല്ലാത്ത ലൈഫ് ഒരു ലൈഫേ അല്ല എന്ന് പറഞ്ഞിട്ട് ആ കൊട കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കൊട കൊടുക്കുമ്പോൾ അതാ ഈ കൊട പിടിച്ചോളാൻ പറയുമ്പോൾ, വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമില്ല, ദർശൻ വേഗം പൊക്കോളൂ, വിക്രം താലി കെട്ടിയ ഒരു പെണ്ണ് ആദ്യം കല്യാണം ഉറപ്പിച്ച ഒരാളുമായിട്ട് സംസാരിക്കുന്നു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് പറയട്ടോ. അങ്ങനെ ദർശൻ അവിടെ നിന്ന് ആ കോടയും കൊണ്ട് പോകും. പിന്നീട് കാണിക്കുന്നത് ഒരു പാട്ടാണ് കേട്ടോ, മറ്റേ നല്ല ഒരു സോങ്ങാണ് കാണിക്കുന്നത്. ആ ഒരു സോങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അച്ഛനും വേദയും തമ്മിലുള്ള സ്നേഹവും മുത്തശ്ശിയും വേദയും തമ്മിലുള്ള സ്നേഹവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഓർത്ത് പോകാണ് കേട്ടോ. പഴയ കാര്യങ്ങൾ, വേദ മഴ നനഞ്ഞുകൊണ്ട് അച്ഛൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് അച്ഛൻ വരികയാണ്. എന്നിട്ട് വേദര അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് പത്മ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് വരുത്തി വെക്കേണ്ട, ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്രയും കുറച്ച് കാലം അനുഭവിച്ചാൽ മതിയല്ല ഇനി അനുഭവിക്കാനുള്ളതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ
അപ്പോൾ ശങ്കരൻ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് അറിയാം, അമ്മ വെറുതെ ഇങ്ങനെ വാശി പിടിക്കേണ്ട, അവളോട് പറയാവുന്നതിൻ്റെ അപ്പുറം പറഞ്ഞു നോക്കിയില്ലേ, കാല് പിടിച്ച് നോക്കിയില്ലേ, പലരും അവൾ അടുത്ത് പോയി നിന്ന് നോക്കിയില്ലേ, ദർശൻ അവളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അവൾ വിളിച്ചു നോക്കി, പക്ഷെ അവൾ വന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ ശരിക്കും ഒരു അച്ഛനായി, ശിക്ഷിക്കാൻ മാത്രം അറിയുന്ന ഒരാളല്ലേ നീ, ഇപ്പോൾ നീ ഒരു വെറും അച്ഛൻ മാത്രമായി, എൻ്റെ കുട്ടി അവിടെ നിന്ന് ഇപ്പോഴും മഴ നനയാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അതെ ഞാൻ വെറും അച്ഛൻ തന്നെയായി, ഞാൻ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജീവിതം കൊടുത്തു, നല്ലൊരു പയ്യനെ കല്യാണം ആലോചിച്ച് വെച്ചു, എന്നിട്ടും അവളിപ്പോൾ ഏതോ ഒരു റൗഡി വന്ന് കെട്ടി താലിയും പിടിച്ച് അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിക്കല്ലേ. എന്തായാലും അവളെ ഇനി തിരികെ വിളിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിട്ട് അമ്മ ഭക്ഷണം വിളമ്പെന്ന് ചോദിച്ച് പറയാണ് കേട്ടോ. പക്ഷെ അമ്മ എഴുന്നേൽക്കുന്നില്ല, ആരും തന്നെ വിക്രത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല കേട്ടോ. അതെന്താ, ഇവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ വിഷമിച്ചിരിക്കാൻ മാത്രം ഈ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ കൊച്ച് ഇന്ന് ഈ നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മഴ നനഞ്ഞ് അവിടെ നിൽക്കുകയാണ്, നീയല്ല അത് വരുത്തി വെച്ചത്, നീ കാരണമില്ലടാ ആ കൊച്ചതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയട്ടോ. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണെന്ന് അവളോട് ചെയ്തതാണെന്ന് അവളോട് പറഞ്ഞല്ലോ, അത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ, അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയട്ടോ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മതി ഇനി ചോറിയിട്ടെന്നൊക്കെ പറയട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയാം. അപ്പോൾ ചേട്ടത്തി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നീ ഈ ഹീറോയിസം കാണിച്ച് താലി കെട്ടിയിട്ട് അത് ഇല്ല വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ പറഞ്ഞാൽ ആരാടാ അത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ അവളെയും കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ പറയുന്നുണ്ട്, അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ ഉപദേശിച്ച് നല്ല ഉപദേശം കൊടുത്ത് അവളവിടെ ആക്കിയിട്ട് വരാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ചോറിട്ടാന്നൊക്കെ കമൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുമെങ്കിൽ എനിക്ക് ചോറ് വേണ്ടാന്ന് തന്നെ ഞാൻ തീരുമാനിക്കുക. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇത്രയും നല്ല വീട്ടിലൊരു പെൺകുട്ടിയുടെ ഭാവിയാണ് നീ കാരണം നശിച്ചെന്നൊക്കെ ഏട്ടനും വന്ന് പറയുന്നുണ്ട്. വിക്രം കാണിച്ചാൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യാൻ കേട്ടോ. മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ടപ്പോൾ എല്ലാവരും അച്ഛനും പത്മയും അതുപോലെ തന്നെ ശ്രീകാന്തും ഭാര്യയൊക്കെ ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കണം കാണുമ്പോഴേക്കും അച്ഛൻ ഓടി വന്നിട്ട് കയ്യിൽ നിന്ന് ആ കർപ്പൂരമൊക്കെ തട്ടിക്കളയുന്നുണ്ട്. അമ്മ എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. ആ ഭഗവാനെ എൻ്റെ വേദന ഇങ്ങനെയല്ലേ ഭഗവാനോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയും, എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എവിടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു എന്ന് പറഞ്ഞാലും മുത്തശ്ശിയെപ്പോലെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ അന്ധവിശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കിതൊക്കെ അന്ധവിശ്വാസമായിട്ടേ തോന്നുള്ളൂ, പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. ആ കൊച്ച് എൻ്റെ പേരക്കുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയത് ഭഗവാന്റെ നിശ്ചയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് പണിക്കർ വന്നപ്പോൾ പറഞ്ഞിട്ടില്ല, ഈ തുലാമിനുള്ളിൽ അവളുടെ വിവാഹം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം അവൾക്ക് വിവാഹം ഉള്ളൂ എന്ന്. അപ്പോൾ ഇതൊരു ദൈവയോഗമാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇന്നലെ വരെ ഒരു റൗഡി എൻ്റെ പേരക്കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ ആളാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മനോട് ചോദിക്കുകയാണ്. എന്തായാലും അമ്മയുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല, അവളെ ആ താലിയോട് കൂടിയിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റുമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തോട് കൂടിയിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകും കേട്ടോ. ഇതേ സമയം വിക്രത്തിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏട്ടത്തി വന്നിട്ട് നോക്കുമ്പോൾ വേദന കാണുന്നില്ല കേട്ടോ. ഓഹോ ഭാഗ്യം, ആ പെൺകുട്ടി പോയി എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് മൂത്ത ഏട്ടത്തിനെ വിളിക്കുന്നത്. ശ്രീചേട്ടത്തി എന്ന് വിളിക്കുമ്പോൾ വേഗം ശ്രീജ ഓടി വരും കേട്ടോ. എന്താ നന്ദിനിയും ചോദിക്കുമ്പോൾ അതെ ആ കൊച്ചു പോയി എന്നാണ് തോന്നുന്നത്. അയ്യോ പാവോ, ആ കൊച്ചിൻ്റെ ഒരു സാമർത്ഥ്യം മനുഷ്യന് ഇപ്പോഴാണ് ഒരു ആശ്വാസമായതെന്ന് പറയും കേട്ടോ. എന്നിട്ട് നന്ദിനി അകത്തേക്ക് പോകുമ്പോഴേക്കും ശ്രീജ തിരിഞ്ഞ് നോക്കുമ്പോൾ മറ്റൊരു അപ്പുറത്തൊരു ചെറിയൊരു വീട് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് വേദ ഇരിക്കുന്നത്. വേദ അവിടെ ഇരുന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശ്രീജ നന്ദിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം, കണ്ടില്ലേ ആ കുട്ടി പോയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അവരെ അവിടെ കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.